ഹലോ ഗായ്സ്, ഇപ്പോൾ എല്ലാവർക്കും ലെസ്പ്രയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പം ഗെയിം ഓപ്പൺ ആയിക്കോട്ടോ. ഇന്ന് അധികം ലെങ്ത് ഒന്നും ഉണ്ടാവില്ല വീഡിയോക്ക്, കാരണം ഞാൻ രാത്രി 3:15 എന്നിട്ടാണ് കളിക്കുന്നത്. അതെ എൻ്റെ അവിടുത്തെ മദ്രസയിൽ ചെറിയൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഇവിടുത്തെ ഫാം ഐലൻഡൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുറേയൊക്കെ വലുതായിട്ടുണ്ട്. ടാപ്പിങ് എടുക്കുക. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ ലെറ്റ്സ് പ്ലേയുടെ രണ്ടാമത്തെ എപ്പിസോഡിൽ ഞാൻ വീട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പവിത്ര ആക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വീടിൻ്റെ പണി അധികം ഗ്രൈൻഡ് പണിയൊന്നും നമ്മളൊന്നും ചെയ്യാൻ പോകുന്നില്ല. നല്ല ഉറക്കം വരുന്നുണ്ടേ. ഞാൻ വീട് ലാസ്റ്റ് കാണിച്ചിട്ട് നിങ്ങൾക്ക് എത്ര മണിയാണ് ഇത്ര ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉള്ളി കയറിട്ട് കാണിച്ചില്ല. എന്താ നമ്മുടെ താഴൊക്കെ റീപ്ലേസ് കിട്ടും. റിസോഴ്സസ് ഇനി ഇത്ര ഉണ്ട്. ഇവിടെ ഗ്ലാസ് ഒന്നും വെച്ചില്ല, പക്ഷെ മേലെ വെച്ചില്ല, ഞാൻ മറന്നു വെക്കാം. ഇവിടെ നമ്മൾ ചെറിയൊരു ഫാം സെറ്റ് ചെയ്യുന്നുണ്ട്, ചെറുതൊരു ഭംഗി കിട്ടുക, അല്ലാണ്ട് മെയിൻ ഫാം ഒന്നും അതാവില്ല. അയ്യോ, ഇവിടെ സ്പോണായോ? ഡാക്സും പൊട്ടാനായിരിക്കും, ഹങ്കറുമില്ല. എന്ത് ഓക്കെ, നമുക്ക് ആദ്യമൊന്നും മനസ്സിലാവില്ല, പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഉണ്ടോ, അതാണ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല വ്യൂ ഇല്ല വരുന്ന എൻ്റെ മറ്റേ വീട് എവിടെ കാണിക്ക. ഈ കണ്ടോ. അപ്പം നമ്മളിന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എനിക്കും അറിയില്ല. എങ്ങനെ ചെറിയ പണി ഇടാൻ നോക്കി നടക്കണം. അപ്പം ഞാൻ വിചാരിച്ച് ഒരു ഡയമണ്ട് ആർമറിന് ഡയമണ്ട് തപ്പാൻ പോയാലോ. ഫുള്ള് ഡയമണ്ട് സെറ്റ് ഉണ്ടാക്കില്ല, കുറച്ച് ഡയമണ്ടെങ്കിലും ഒപ്പിക്കാം നമുക്കിന്ന്. ഫുഡും ഇല്ല. ഞാൻ അതേ വരുന്നിട്ട് കുറച്ച് ഫുഡൊക്കെ കയറ്റിയിട്ട് ഒന്ന് സെറ്റ് ആവട്ടെ മൈനിന് വെള്ളം. ഓക്കെ, അപ്പോൾ നമ്മൾ എത്തുന്നുണ്ട്. ഒരു 10 പോർച്ചൊക്കെ ഇനിയും ബാക്കി. നോക്ക്, ഇവിടെ നിന്നിട്ട് വരെ എൻ്റെ വീട് കണ്ട്. ഒന്ന് ആലോചിച്ചൊക്കെ എഴുതിയിട്ട് അവിടെ ഇങ്ങനെ വീടിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ട് ആലക്കുമ്പോൾ തന്നെ കൊതി വരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് വീടിൻ്റെ പണി നിൽക്കാനില്ല. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഉറങ്ങട്ടെ. സമയം 3:30 ആവാനായി. അപ്പം നമ്മളെന്താണ് ഡയമണ്ടിൻ്റെ ഇതിന് പോവുക. അതിന് എൻ്റെ മൈനിങ് ഏരിയക്ക് പോകണം. എൻ്റെ മൈനിങ് ഏരിയ ഇവിടെയാണ്. ഞാൻ താഴെ എത്തിയിട്ട് ഇങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ അവിടേക്ക് എത്തിയിട്ടുണ്ട്, ലെവൽ 17. ഇവിടെ ഞാൻ അങ്ങോട്ടാണ് മറ്റേ അയണിൻ്റെ മൈൻഡ് ചെയ്തത്. പോണ വഴിക്ക് ഇങ്ങനെ ഇത് കണ്ട് ഇവിടെ ഗ്ലാസ് ഇട്ട് മൂടി ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോഴാണ് കുറച്ച് അയൺ കിട്ടിയത്. ഇത് സ്ലൈം ചങ്ക. ഹലോ, സ്ലൈമിന് കണ്ടാ നടക്കണ്ട. ഉണ്ടോ, ഞാൻ എത്ര മൈൻഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വൃത്തിക്കൊക്കെ കണ്ടില്ലേ. ഇതൊക്കെ ഞാനായിരുന്നു. അപ്പോൾ ഞാൻ ഡീപ്പ് സൈറ്റിൽ എത്തിയിട്ട് ഇങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്യാൻ. ഓക്കെ, ഞാൻ താഴെത്തിൻ്റെ ടോർച്ച് 51 എടുത്തിട്ടുള്ളൂ. തികയാനാവും. നമുക്കിനി മൈനിങ് ചെയ്യാൻ തുടങ്ങാം. ഞാൻ കുറച്ച് വെട്ടിയിട്ടുണ്ട്. ആദ്യം നമുക്ക് അറ്റത്തുനിന്ന് തുടങ്ങാം. ഈ കോബിൾ സ്റ്റോണെ കാണുന്ന അവിടെ കുറേ ലാഭ ഉണ്ടായിരുന്നു. ഒക്കെ ഞാൻ അണച്ചതാ, കെടുത്തിയതാ. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് മൈൻ ചെയ്യാൻ തുടങ്ങാം. ഒരു 100 ബ്ലോക്ക് അങ്ങോട്ട് ചെയ്യാം, എന്നിട്ട് പിന്നെ 100 ബ്ലോക്ക് ഇങ്ങോട്ട്, അങ്ങനെ കുറേ ചെയ്തിട്ട്. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു ഡയമണ്ട് ആട്ടം കിട്ടിയാലേ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം, അതാണ് നല്ലത്. അല്ല, കുറേ നേരമായി കുളിക്കാൻ തോന്നിയിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല. ഒന്നും കണ്ട ഒന്നുമില്ല ഇവിടെ. നമുക്ക് ഇനി വേറെ കുഴിക്കാം. ടഫ് ബ്ലോക്ക് കുറേ ഉണ്ട്. ഇരിക്കട്ടെ.
ഇപ്പം എത്ര ബ്ലോക്കായി നോക്കിട്ടാ. 100 ആയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ കുഴിച്ചു നോക്കാം നമുക്ക്. ഞാൻ ഇപ്പം നിൽക്കണത് 29 329 -329 തന്നെ. അവിടെ എത്തുമ്പോൾ 100 ബ്ലോക്ക് ആയിട്ടില്ലാന്ന് തോന്നുന്നു. കുഴിക്കണേ വയ്യ, ഭ്രാന്താവണ്ടേ, അതാണ്. എന്താത്? ഞാൻ അപ്പം നിർത്തിട്ട് പോയത് കിട്ടിയതില്ലത്. എത്രണ്ട്? ഓ എന്ത് ഭാഗ്യക്ക് കഴിഞ്ഞ. ഓ എന്താ അവിടേക്ക് വെക്കട്ടറിയോ? എന്താ ഞാൻ 100 ബ്ലോക്കായാലും ഒന്നോനെ കുഴിച്ചു വെക്കണം പറഞ്ഞിട്ട് കുഴിച്ചു നോക്കിയതാ. ഓ എൻ്റെ ഒരു ലക്ക്. എത്രണ്ണം കിട്ടി? 8 കിട്ടിയ. അങ്ങനെ എല്ലാ വഴിയിൽ നിന്ന് കിട്ടുന്നുള്ളായിരുന്നു. അങ്ങനെ കുറച്ചോളം കുഴിച്ചു നോക്കാം. ഓ ഇപ്പൊ അടുത്ത ഡയമണ്ടൊന്നും കാണാൻ സാധ്യതയില്ല. കുഴിക്കാനൊന്നും വരിക, പക്ഷെ ഈ ഓരോ ബ്ലോക്ക് എത്തിക്കുമ്പോൾ അപ്പുറത്തെ ഡയമണ്ട് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. എന്താ ചെയ്യുക? ഒരു ഇപ്പോൾ 62, അത് 50 തവണ വരെ കുഴിക്കും. എന്നിട്ട് പിന്നെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോകും. അത്രേ ഉള്ളൂ. അവിടെ ഈ പിക്കാക്സ് പൊട്ടുന്നവരുണ്ട് കുഴിച്ചോടെ, അതാണ് നല്ലത്. ഇനി അടുത്ത ഡയമണ്ട് കിട്ടിയല്ലേ അപ്ഡേറ്റ് ചെയ്യുക, അതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ അടുത്ത ഡയമണ്ടും കിട്ടിയിട്ടുണ്ട്. കുറച്ചധികം ഉണ്ടാവോ? ഉണ്ടോ? ഇല്ല, ഇത്രയേ ഉള്ളൂന്ന് തോന്നണേ. എത്ര ഡയമണ്ടായി? 13 എണ്ണായി. ഞമ്മക്ക് വീട്ടിൽ പോകാൻ നല്ലത്. വയ്യ നല്ല ഉറക്കം വരുന്നു. വീട്ടിൽ എത്തിയിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാട്ടാ. അപ്പം ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. ഡയമണ്ടൊക്കെ ഇതാ ഇതിരുത്തൊക്കെ 2 അയണും കിട്ടിയിട്ടുണ്ട്, 8 റെഡ് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്, കുറേ ടഫ് ബ്ലോക്കും ഡീപ് സൈഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ രാത്രി 3 മണിക്ക് ഒന്ന് കളിക്കണമെന്ന്. അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ കുറേ ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യില്ല. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ഞാൻ മാത്രമല്ല, എൻ്റെ അടുത്തൊരു കൂട്ടുകാരനുണ്ട്, ഓനും യൂട്യൂബിൽ വരുന്നുണ്ട്. ഗെയിമർ തേഴ്സി എന്നാണ് അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ആദ്യം ഡെപ്ത് റെസ്റ്റോറൻ്റ് ആയിരുന്നു, ഇപ്പോൾ മാറ്റി. ഓന് ഫസ്റ്റ് കുറേ ഫ്രീ ഫയറിൻ്റെ ഷോർട്സ് ഇടുന്നുണ്ട്, ഇപ്പോൾ മൈൻക്രാഫ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവൻ്റെ വീഡിയോ പോയി കാണുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ. പിന്നെ അധികം വൈകാണ്ട് ചിലപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടൊരു വേൾഡ് തുടങ്ങിയിട്ട് സ്പീഡ് റൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം. ഓൻ്റെ ചാനലിലും വരും, എൻ്റെ ചാനലിലും വരും കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളത് ഇന്നത്തെ വീഡിയോ. ആ
ഞാൻ പിന്നെ പറഞ്ഞു കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യില്ല എന്നിട്ട് അത് ഇപ്പം കാണിച്ചു തരാം. കണ്ടില്ലേ, 90% ആൾക്കാരിൻ്റെ വീഡിയോ ആണ്. 90% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകുന്നുണ്ട്. വെറും 9% മാത്രം ആൾക്കാരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. പിന്നെ കണ്ട, ഞാൻ പറഞ്ഞില്ലേ 3:11 AM അതാണ് പറഞ്ഞത്. എത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്തിട്ട് ലൈക്കോ അടിക്കില്ല, സബ്സ്ക്രൈബും ചെയ്യില്ലൊക്കെ നല്ല വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ മൈൻക്രാഫ്റ്റിലേക്ക് ഒന്ന് പോട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ, ഞാനിത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വഴി എത്ര ഉള്ളൂ. അപ്പോൾ പറഞ്ഞതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ ചാനൽ, അവൻ്റെ ചാനൽ കണ്ടിട്ടുണ്ടെന്നറിയില്ല, ഗെയിമർ തെഹ്സി അങ്ങനെ അടിച്ചാൽ മതി കേട്ടോ, അപ്പോൾ കിട്ടും. അപ്പോൾ ഞങ്ങൾ അധികം വൈകാതെ സ്പീഡ് റൺ തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ ശരി, ബൈ.